ഹലോ എവരി വൺ, ഞാൻ സുനിൽ. വെൽക്കം ടു ചാനൽ നൊമാഡിക് സൺ. അപ്പോൾ ഇന്ന് നമുക്ക് പാഴ്സൺ വാലിക്ക് പോകാം. പാഴ്സൺ വാലി ബാംഗ്ലൂരിൽ നിന്നും 290 കിലോമീറ്റർ ദൂരമാണ്. ബൈക്ക് റൈഡാണ്. നമ്മൾ പോകുന്നത് ബന്ദിപ്പൂർ റൂട്ടിലാണ്. ഗുണ്ടൽപേട്ട് വഴി. ഗുണ്ടൽപേട്ടിൽ തങ്ങിയിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റാണിത്, ടൈഗർ റിസർവ് ഏരിയ. നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്നലെ വരെ മഴയുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വളരെ തെളിഞ്ഞ കാലാവസ്ഥ. ഇത് മാൻകൂട്ടമാണ്. നമുക്ക് ബന്ദിപ്പൂർ സഫാരി പോയിന്റ് ആണ്. ഇവിടുന്ന് നമുക്ക് സഫാരി എടുക്കാം. ജീപ്പിലുണ്ട്, വാനിലുണ്ട്. വേണ്ടവർക്ക് അങ്ങനെ നേരത്തെ ബുക്ക് ചെയ്യാം. വന്നിട്ട് അവിടെ ബുക്ക് ചെയ്ത് പോകാം. ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്കങ്ങനെ പോകാൻ പറ്റും. ടൈഗർ സഫാരിക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ സാധാരണയായിട്ട് ആനയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്. ഇതെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ റോഡിൽ തന്നെ ഇതൊക്കെ കാണാൻ പറ്റും. എല്ലാം നമ്മുടെ ഭാഗ്യം തന്നെ. പിന്നെ നമ്മൾ ഇവിടെ പോകുന്ന സമയത്ത് ഓരോ കിലോമീറ്ററിലും സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ട്. അതായത് സ്പീഡ് നമ്മൾ ഹൈ സ്പീഡിൽ പൊയ്ക്കൂടാം. പലപ്പോഴും മൃഗങ്ങളുടെ ക്രോസിങ്ങും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. അത് മാത്രമല്ല, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങൾ വലിച്ചെറിയരുത്. ആനിമൽസിനെ നമ്മൾ ഫീഡ് ചെയ്യരുത്. അപ്പം നമ്മൾ വളരെ സോഷ്യൽ റെസ്പോൺസിബിളായിട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ കയറുന്നത് മുതുമലൈ ഫോറസ്റ്റ് ഡിവിഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ചെക്കിംഗ് ഉണ്ട്. 2 വീലറിന് വലിയ ചെക്കിംഗ് ഇല്ല, പക്ഷേ 4 വീലറിന് നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യും. അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും നമ്മൾ എന്താണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അതിനകത്ത് ലിക്കറോ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ പിടിച്ചു വെക്കും. മാത്രമല്ല ഫൈനും ഇടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് സാധനങ്ങളൊന്നും ഫോറസ്റ്റ് ഏരിയയിൽ കൊണ്ടുവരികയും ചെയ്യരുത്. മുതുമലൈ സഫാരി പോയിന്റ് ആണ്. ഇവിടെ നിന്നും ഇടത്തേക്ക് പോയാൽ ഊട്ടി, വലത്തേക്ക് പോയാൽ ഗൂഡല്ലൂർ. അപ്പം നമ്മൾ ഗൂഡല്ലൂർ റൂട്ടിലാണ് പോകുന്നത്. നമ്മൾ അവിടെയല്ല കഴിയുന്നത്. ഗൂഡല്ലൂർ എന്ന് പറയുന്നത് തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഒരു ടൗൺഷിപ്പാണ്. ചെറിയ ടൗൺഷിപ്പാണ്. കൂടുതലായിട്ടും ടീ എസ്റ്റേറ്റുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ പണ്ട് ബ്രിട്ടീഷ് ടൈമിൽ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്ന തൊഴിലാളികൾ സെറ്റിലായിട്ട് അത് കാലക്രമേണ ഡെവലപ്പായ ഒരു ടൗൺഷിപ്പാണ് ഗൂഡല്ലൂർ. വളരെ നല്ല ഒരു ചെറിയ സിറ്റി. തമിഴും മലയാളവും കന്നഡയൊക്കെ ആളുകൾ അവിടെ സംസാരിക്കാറുണ്ട്. അങ്ങനെ നല്ല ഇതായിട്ടുള്ളൊരു സിറ്റിയാണ്. സ്റ്റേ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അവിടെ ഉള്ളത്. റിസോർട്ടുകളും ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് അവിടെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യമാണ് ഉള്ളത്. ഗൂഡല്ലൂരിൽ നിന്നും പാഴ്സൺ വാലിയിലേക്ക് ഞാൻ പോയത് കാറിലാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്ക് ഞാൻ അവിടെ വെച്ചു. ഗൂഡല്ലൂരിൽ നിന്നും ഏകദേശം ഒരു 32 കിലോമീറ്ററോളം പോയി കഴിയുമ്പോൾ ട്രീ പോയിന്റിന് മുമ്പായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു കട്ടിങ് ഉണ്ട്. അതുവഴി പോയി കഴിഞ്ഞാൽ പാഴ്സൺ വാലിയിൽ എത്താമെന്ന് ഗൂഗിൾ മാപ്പും അവിടെ വന്ന് തിരക്കിയപ്പോഴും മനസ്സിലായി. പക്ഷേ ഈ റൂട്ട് പ്രൊഹിബിറ്റഡ് ആണ് പബ്ലിക്കിന്. നമുക്ക് പാഴ്സൺ വാലിയിലേക്കുള്ള ട്രെക്കിങ്ങിൻ്റെ പാസ് ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഈ റൂട്ടിൽ പോകുന്നത് അവോയ്ഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഊട്ടിയിൽ പോയിട്ടാണ് അവിടെ നിന്നുള്ള വഴിയിലാണ് തിരിച്ചു വരേണ്ടത്. ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് വളരെയധികം കാട്ടുകോഴികൾ ഉണ്ടല്ലോ ഇവിടെ. വളരെയധികം പറക്കുന്ന കണ്ടു. അതുപോലെ തന്നെ ഇതിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഹംഗർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു കാട്ടുപോത്ത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സൈറ്റിങ് കിട്ടുന്നുണ്ട് ഇവിടെ. റോഡ് വളരെ ആയിട്ടുള്ള റോഡാണ്. കുറച്ച് പോകുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ സെറ്റിൽമെൻറ്റ് കാണാം ആളുകളുടെ. മാപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മാപ്പ് വഴി ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. ആ മാപ്പ് ചെറിയ റോഡാണ്, അത് വണ്ടി പോകില്ല. നമുക്കല്ലാതെ വരാൻ പറ്റും ഇവിടെ ചോദിച്ചിട്ട്. ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പാഴ്സൺ വാലി ഫോറസ്റ്റ് ചെക്ക് പോയിൻ്റാണ്. ഇവിടെ ചെറിയൊരു അമ്പലവും ചെക്കിങ്ങും ഫോറസ്റ്റ് ഓഫീസറും ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടുന്നും ട്രെക്കിംഗ് ഷെഡിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ 7 മണിക്ക് എത്തി. 7 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 7 മണിക്കൊന്നും ആരും വന്നില്ല. 10:30 ആയപ്പോഴാണ് 2 ഗൈഡ് വന്നത്. അതൊരു പോരായ്മയാണ്. കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് അവർക്ക് ചെയ്യാമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു.
ഇതൊരു ചെറിയൊരു ടീ കടയാണ്, നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഇവിടെ പണ്ട് ഡാം പണിയുന്നതിന് വേണ്ടി വന്നിട്ടുള്ള തൊഴിലാളികൾ ഇവിടെ സെറ്റിലായിട്ട് അവരുടെ ചെറിയൊരു വില്ലേജ് സെറ്റപ്പ് ചെയ്താണ്. ഇതിൽ മലയാളികളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കട ഒരു ചാലക്കുടി എന്നുള്ളൊരു ചേട്ടൻ്റെയാണ് ഉള്ളത്. ഇവിടെ നല്ല ചായയും ചെറിയ രീതിയിലുള്ള ടിഫിനൊക്കെ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു പോയിന്റാണ്. നമ്മളിതാണ് പാട്സൺ വാലി ട്രെക്കിംഗ് ഷെഡിൻ്റെ സ്ഥലം. ഇപ്പോൾ ഇത് റിനോവേഷനിലാണ്, അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ട്രെക്കിങ്. ഇവിടെ നിന്ന് നമ്മൾ പാട്സൺ വാലി ഡാമിലേക്ക് വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നമുക്കവിടെ ഡാം ക്രോസ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് പാട്സൺ വാലി ഡാമാണ്. ഇപ്പോൾ ഡാം ഫുള്ളായിട്ട് കിടക്കുവാണ്, നിറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഡാമിൽ നിന്നാണ് ഊട്ടിയിലേക്കുള്ള എല്ലാ കുടിവെള്ളത്തിനുള്ള ആവശ്യങ്ങളും പമ്പ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഈ ഡാമിൽ നിന്നാണ്. മാത്രമല്ല അഗ്രികൾച്ചർ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പവർ ജനറേഷൻ ഇല്ല, ഇത് ഫുള്ളായിട്ടിരിക്കുന്നു. ഷട്ടറിൻ്റെ ആൾമോസ്റ്റ് ഫുള്ള് അതേ ലെവലിലാണ്. അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഷട്ടർ കുറച്ച് തുറന്നിട്ടുണ്ട്, ഒരു ഷട്ടർ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. നമ്മളിവിടെ നിന്നും കുറച്ച് ഫോറസ്റ്റ് ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോം ഫില്ല് ചെയ്യണം, അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അവർ ഒരു വെൽക്കം കിറ്റ് തരുന്നുണ്ട്. വെൽക്കം കിറ്റിനകത്ത് ക്യാപ്പ്, പിന്നെ ടിഫിൻ ക്യാരി ചെയ്യാനായിട്ടുള്ളുണ്ട്. അത് കൂടുതലായിട്ടൊന്നുമില്ല. പോഹ എന്ന് പറഞ്ഞാൽ അവലാണ്, പ്രിപ്പയർഡ് ഫുഡ് ഉള്ളത്. പാട്സൺ വാലി ഏകദേശം പാർക്കിംഗ് വാലി ഷെഡിൽ നിന്നും മുകുൾദി ഫിഷിംഗ് ഹട്ട് വരെയാണ്. ഏകദേശം അത് 20 കിലോമീറ്ററാണ് ദൂരം. 18 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുമുണ്ട്. ഗൂഗിളിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 20 കിലോമീറ്റർ എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. പാട്സൺ വാലി എന്ന് അറിയപ്പെടുന്നത് അത് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ പേരിലാണ്. പാഴ്സൺസ് എന്ന് പറയുന്ന എഞ്ചിനീയർ, അദ്ദേഹമാണ് ഏകദേശം 1861 ഇവിടെ വന്നിട്ട് ഊട്ടിക്കടുത്തുള്ള ഈ ഒരു സ്ഥലത്തിനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സ്ഥലം അറിയപ്പെടുന്നത്. നമ്മളുടെ കൂടെ 2 ഗൈഡാണ് ഉള്ളത്. രണ്ടുപേരും ഇവിടുത്തെ ലോക്കൽ ട്രൈബിൽ നിന്ന് എടുത്തിട്ടുള്ള ആളുകളാണ്. അവർക്കതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ നല്ലതുപോലെ അറിയാം. അവർക്കും അതൊരു വരുമാന മാർഗമാണ്. അങ്ങനെയാണ് തോന്നുന്നത് ഈ രീതിയിൽ സെലക്ട് ചെയ്യാൻ കാരണം. ഇതൊരു ക്രിസ്തീയ ദേവാലയമാണ്. പണ്ട് ഇവിടെയുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്, തൊഴിലാളികൾ ആരാധിക്കുന്ന ഒരു ദേവാലയമാണത്. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ കൃഷി സ്ഥലങ്ങൾ കാണാം. അത് ഇവിടുത്തെ തൊഴിലാളികളും ഇവിടെ കഴിയുന്ന ആളുകളും ചെയ്യുന്ന സ്ഥലങ്ങളാണ്. മെയിനായിട്ട് ഇവിടെ ഉള്ളത് പൊട്ടറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇവിടെ. നല്ല കാലാവസ്ഥയാണ്, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. ഇവിടെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ അല്ലെങ്കിൽ റിസോർട്ട് എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ചെറിയൊരു സൗകര്യമുണ്ട്. റോസ് വുഡ് എന്നാണ് ഇവിടെ എനിക്കറിയാൻ പറ്റിയത്. അത് ഗൂഗിളിൽ നോക്കിയാൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇവിടെ കഴിയുന്ന നല്ലൊരു വൃത്തിയായിട്ടുള്ളൊരു സ്റ്റേ ആയിരിക്കും. ഞാൻ കഴിഞ്ഞിട്ടില്ല, ഒരു പ്രാവശ്യം ഒന്ന് കഴിയാൻ നോക്കണം. അവിടെ നല്ല സുഖകരമായ കാലാവസ്ഥ, തണുപ്പില്ല, ചൂടില്ല, അങ്ങനെയാണ് ഉള്ളത്. ഇതൊരു ചെറിയൊരു സ്കള്ളാണ്. കാട്ടുപോത്തിൻ്റെ ആണോ മറ്റെന്തിനാണോ എന്നറിയില്ല. എന്തായാലും അത് ഒരു അലങ്കാരമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഫോട്ടോഷൂട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് എടുക്കുന്നു. മെമ്മറീസ്. നല്ല സ്ഥലം. ചെറിയൊരു സ്ട്രീം നമുക്ക് ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
മഴക്കാലത്ത് കൂടുതൽ വെള്ളം ഉണ്ടാവും, ഇപ്പം കുറവാണ്, എങ്കിലും അത്യാവശ്യം ആഴം ഉണ്ടെന്നാണ് നമ്മുടെ ഗാഡിയേട്ടൻ പറഞ്ഞത്. സൂക്ഷിച്ചൊക്കെ വേണം നമ്മൾ ക്രോസ് ചെയ്യാനൊക്കെ ഉള്ളത്. ഈ സ്ഥലം നല്ല ഗ്രീനിഷ് ആയിട്ട സ്ഥലം. നമ്മൾ പലപ്പോഴും ഹിമാലയൻ വാലീസിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഉള്ള നല്ലൊരു സൗകര്യം. അദ്ദേഹമാണ് നമ്മുടെ ഒരു ഗൈഡ്. ഇനി ഒരാൾ വളരെ പുറകിലാണ്, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും പ്രൊട്ടക്റ്റീവ് ഒക്കെ ചെയ്യുന്ന അദ്ദേഹമാണ്. രണ്ടുപേരും കൂടാണ്. ഇതേപോലുള്ള 2-3 സ്ട്രീംസ് നമുക്ക് ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു സൗകര്യം. നല്ലൊരു തണുത്ത കാറ്റുണ്ട്, എന്നാൽ വെയിലുമുണ്ട്. ചൂട് ഏകദേശം ഇപ്പം ഒരു 20 ഡിഗ്രി ഉണ്ടാകും തോന്നുന്നു. താങ്ക് യു. അങ്ങനെ നമ്മൾ വീണ്ടും സ്ട്രീമൊക്കെ ക്രോസ് ചെയ്ത് മല കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ യാത്രയിൽ അങ്ങനെ തന്നെയാണ്. ഇത് കൂടുതലായിട്ടും മല കയറുക, വീണ്ടും മല ഇറങ്ങുക, സമതലമായ പ്രദേശങ്ങൾ, അതാണ് ഈ ഒരു ട്രെക്കിങ്ങിനകത്തുള്ള എക്സ്പീരിയൻസ്. ഏകദേശം 20 കിലോമീറ്റർ നമുക്ക് നടക്കണം. അതുകൊണ്ടായിരിക്കണം ഇതിനെ ഡിഫിക്കൽട്ട് കാറ്റഗറിയിൽ ഗവൺമെൻറ് പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ലേറ്റായിട്ടാണല്ലോ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് 5:30-6 മണിക്കുള്ളിൽ തിരിച്ചു വരികയും വേണം. അപ്പം അത്യാവശ്യം സ്പീഡിലാണ് നടക്കുന്നത്. ബ്രേക്കുകളുടെ കുറവാണ്, ഡ്യൂറേഷൻ കുറവാണ്. അപ്പം അത്യാവശ്യം സ്റ്റാമിന ഉണ്ടാകണം. അതൊക്കെ റീസൺ ആകാം ഡിഫിക്കൽട്ടിലേക്ക് വരാനുള്ളതിൻ്റെ. പക്ഷേ വളരെ നല്ല എക്സ്പീരിയൻസ് ആണിത്. റിയലി റിഫ്രഷിങ്. മാനസികമായിട്ട് ഫിസിക്കലായിട്ട് നമുക്ക് എഫർട്ട് ഇടണം എങ്കിൽ തന്നെയും നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. നല്ല സ്ഥലം, തെളിഞ്ഞ ആകാശം, ഒത്തിരി പൂക്കളുണ്ട് ഇവിടെ. വളരെയധികം മഞ്ഞ കളറിലുള്ളതും നീല കളറുള്ളതും പേരറിയാൻ വയ്യാത്ത വളരെയധികം പൂക്കൾ. റിയലി ഡിഫറെൻറ്റ് ഫ്ലോറ. ഓവറോൾ ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം കാണുന്ന ഒരു ചെടിയാണിത്. റോഡോഡെൻഡ്രോൺ എന്നാണ് അതിൻ്റെ പേര്. മലയാളത്തിൽ കാട്ടുപൂരസ് എന്നും ആലാഞ്ചി എന്നും ഒക്കെ പറയുന്ന ഒരു ചെടിയാണിത്. അത് പൂക്കളൊക്കെ ഉള്ള നല്ലൊരു സസ്യമാണ്. പിന്നെ ഈ ട്രെക്കിങ്ങിൽ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ കുറച്ച് സ്നാക്സ് കരുതുന്നത് നല്ലതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ ബാർ, അങ്ങനെയുള്ള ചിക്കി, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ അവർ വളരെ ലൈറ്റായിട്ടുള്ള ലഞ്ചല്ലേ തരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇടയ്ക്ക് റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ വാട്ടർ, വെള്ളത്തിൻ്റെ വലിയതായിട്ട് കരുതേണ്ട കാര്യമില്ല. ഒരു ബോട്ടിൽ മതിയാവും, 1 ലിറ്ററിൻ്റെ. ഇടയ്ക്ക് സ്ട്രീംസ് ഉണ്ട്, നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാം. അത് മാത്രമല്ല, ഊട്ടിയിൽ 5 ലിറ്ററിന് താഴെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കഴിവതും റീയൂസബിൾ ടൈപ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുക. ഈ ട്രെക്കിങ് തുടങ്ങിയിട്ട് വളരെ നാളൊന്നും ആയിട്ടില്ല. 1 വർഷത്തിനുള്ളിലാണ് തുടങ്ങിയിരിക്കുന്നത് ഈ ട്രെക്കിങ്. അതും 15 പേരുള്ള ഗ്രൂപ്പുകളാണ് ഒരു ദിവസം ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ആളുകളൊന്നും ഇല്ല. മാത്രമല്ല എല്ലാ ദിവസമൊന്നും ഇല്ല, ആഴ്ചയിൽ 1-2 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വരാത്തതുകൊണ്ട് ഇപ്പോഴും ഇത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. മനുഷ്യരാണല്ലോ സ്ഥലങ്ങൾ വൃത്തികേടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിവതും വേസ്റ്റുകളൊന്നും ഇടാതെ വൃത്തിയായിട്ട് ഇടാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കാം. ചെറിയ ചെറിയ തടസ്സങ്ങൾ, ഇങ്ങനെയൊക്കെ മരങ്ങളും ഒക്കെ മുറിഞ്ഞ ഉണ്ട്. ചെറിയ റോഡുകളാണ്, വഴിപ്പാതകളാണ് ഉള്ളത്. വീണ്ടും നമ്മളൊരു സ്ട്രീം ക്രോസ് ചെയ്യുകയാണ്. ഈ സ്ട്രീം ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെയൊക്കെ വെള്ളം കുറവാണ്, എന്നാൽ
മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ നല്ല നല്ല കയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം ആ ഭാഗങ്ങളൊക്കെ. കുളിക്കാനൊന്നും ഇറങ്ങരുത് ആ ഭാഗത്തേക്ക്. നല്ലൊരു വാലി. നോക്കുമ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഹിമാലയൻ വാലീസിനെ കാണുന്ന പോലെ പൈൻ മരങ്ങൾ, അതിൽ കൂടെ വെള്ളം ഒഴുകുന്നു. നല്ലൊരു ഫീല്. ഒരു ചെറിയ സ്ട്രീം. ഇവിടെയൊക്കെ അനുവദനമാണെങ്കിൽ ടെൻറ്റ് സ്റ്റേ ഒക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. പക്ഷേ അലോഡല്ല. നല്ല തണുത്ത വെള്ളമാണ്. എല്ലാവരും ഒന്ന് റിഫ്രഷ് ആവുകയാണ് വെള്ളമൊക്കെ കുടിച്ച്. അപ്പം ഇതൊക്കെ വീണ്ടും കയറാൻ തുടങ്ങുന്നു. ഗൈഡായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഫ്രഷായി. നല്ല സുഖകരമായ ഒരു കാലാവസ്ഥ. ഇവിടെ നമുക്ക് ഒരുപാട് കിളികളുടെ സൗണ്ട് കണ്ട്, കൊച്ചു കൊച്ചു കിളികൾ വളരെയധികം ഉണ്ട്. ഞാൻ ബൈനോക്കുലർ കൊണ്ടുവന്നില്ല, ഗോപ്രോ നമുക്കത് കിട്ടുകയില്ല. ഒരുപാടുണ്ട്, ആ കിളികൾ വളരെയധികം ഉണ്ട്. ഏകദേശം പകുതി ദൂരത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ദൂരെ പവർ സ്റ്റേഷൻ്റെ പണി നടക്കുന്ന കാണാം. ഈ ഒരു ഡാമും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും നമുക്കൊരു കൃഷിസ്ഥലം കാണാം. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ട്രൈബൽസിൻ്റെയൊക്കെ അവർ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല തട്ടുതട്ടായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മണ്ണ് നല്ല ഫലഭൂയിഷ്ടമാണെന്ന് തോന്നുന്നു. കൃഷിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. കൂടുതലും ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതാണ് അവിടെ ഉള്ളത്. പാഴ്സൺ വാലി പെട്രോളിങ്ങിൻ്റെ റൂട്ടാണിത്. പാഴ്സൺ വാലിയിൽ നിന്ന് മുകുർദി ഹട്ട് വരെയുള്ള പെട്രോളിങ്ങിൻ്റെ റൂട്ടാണ്. ഇതൊരു നമ്മൾ കണ്ട ഡാമാണിത്. ആ ഡാമിലേക്കാണ് വരുന്നത്. വലിയ ഡാമാണിത്, വളരെ വലുതായിട്ടുള്ളത്. നല്ല സുഖകരമായൊരു നല്ല തണുത്ത കാറ്റ് ഡാമിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും. ദൂരെ നമുക്ക് ആ നോക്കിക്കഴിഞ്ഞാൽ ക്ലൗഡ്സൊക്കെ ആ മലയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് പോലെ ഉള്ളൊരു ഫീലിങ്. വലിയ ഡാമാണ്. ഇതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ആ കണ്ട ദൂരെയുള്ള ആ പവർ സ്റ്റേഷൻ ഇവിടെ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാനായിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ഉള്ളത്. നല്ല സുഖകരമായ ഒരു കാലാവസ്ഥ. വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ. ഇതാണ് പോർത്തിമുണ്ട് ഡാം എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങളിവിടെ ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഗാർഡനെ കണ്ടിരുന്നു. പുള്ളി ഒറ്റയ്ക്കാണ് ഇവിടെ കഴിയുന്നത്. ഞങ്ങളെ കണ്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആയി. ഇതുവരെ നോക്ക്, ആ മേഘമൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് പോലെ.
പുള്ളിയെ പറഞ്ഞ് ഇവിടെ കഴിഞ്ഞ ദിവസം ടൈഗറിനെ കണ്ടതായിട്ട് അടുത്ത് വന്നവരുണ്ട്. നമ്മളൊരു ദിവസം ലേറ്റായിപ്പോയി, നമുക്ക് കാണാൻ പറ്റിയില്ല. കാണാം, അടുത്ത പ്രാവശ്യം കാണാം. വളരെ ആഴമുള്ള ഡാമാണ്. വൗ, നല്ല സീൻ. ഈ മരം ഇവിടുത്തെ ട്രൈബ്സ്, അതായത് തോട ട്രൈബ്സായിട്ട് വളരെ ബന്ധപ്പെട്ടാണ്, അവരുടെ കല്യാണമായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഗൈഡേടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കല്യാണത്തിന് മുമ്പ് പെണ്ണും ചെറുക്കനും ഇവിടെ വന്നിട്ട് രണ്ടുപേരും വന്നിട്ട് ഈ ചെടിയുടെ ഭാഗത്ത് ചെറുതായിട്ടുള്ള തൊലി കട്ട് ചെയ്തിട്ട് നവധാന്യങ്ങളും വെച്ചിട്ട് അവിടെ വിളക്ക് വെക്കും. അത് നമുക്ക് കേൾക്കാൻ എന്താ ചേട്ടൻ പറയുന്നത്. വിളക്ക് വെക്കരുത്, ദീപം പത്ത് വെച്ച് பொண்ணு மாப்பிள்ளை பொண்ணு இங்கே இருக்கும். எல்லாத்துக்கும் பொண்ணு மாப்பிள்ளைக்கு ஆசீர்வாதம் கொடுத்துட்டு எல்லாத்துக்கும் ஆசீர்வாதம் வாங்கிட்டு மாப்பிள்ளை வந்து காட்டில் போயிடுவாங்க. காட்டுக்கு போய் ஃப்ரெண்ட்ஸும் கூட போவாங்க. போய் அந்த வில்லம்பு பண்ணிட்டு வராங்க. வில்லம்பு பண்ணிட்டு வந்து பொண்ணு கையில் கொடுத்து அந்த தீபத்துக்கு முன்னாடி வச்சு பொண்ணு வந்து அதை விளக்க பார்க்கணும். விளக்கு பார்த்து கண்ணில் தண்ணி வரும். அதுதான் எங்களுக்கு மேரேஜ். எங்களுக்கு தாலி கட்டுறது அது இதெல்லாம் கிடையாது சார். ரெண்டாவது வந்து சார், இந்த மரம் வந்து யாராச்சும் இறந்துட்டாங்க சார், நம்ம அடக்கம் போடுறோம் இல்லைங்களா, அடக்கம் பண்ணோன்னா காட்டில் போய் இந்த மரம் எங்கே இருக்குதுப்பா தேடி, இது வந்து பச்சை காஞ்ச மரமாக இருக்கணும். காஞ்ச மரம் தேடி ஃபுல்லாக அடுக்கி பாடி மேலே വെച്ച് അത് എരിക്കും. നാഗമരത്തെ എരിക്കും തോട ട്രൈബ്സ്. ഈ ഏരിയയിൽ മെയിനായിട്ടും 5 ട്രൈബാണ് ഉള്ളത്. തോട, ബെടക, ഇരുള, കോട്ട ആൻഡ് കുറുമ്പ. ഇതിൽ നമ്മുടെ തോടയുടെ ആചാരമാണ് പറഞ്ഞത്. ഇത് നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കലാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷം പോത്തിരുന്നെന്ന് പറയുന്നു. ഇനി വീണ്ടും നമ്മൾ 12 വർഷം കാത്തിരിക്കണം. നീലഗിരിക്ക് ഈ നീലക്കുറിഞ്ഞി എന്നാണ് ഈ പേര് വന്നിരിക്കുന്നത്. അത് പൂക്കുമ്പോൾ എല്ലാം ഒരേ സമയത്ത് പൂക്കും. അങ്ങനെ ദൂരം നോക്കുമ്പോൾ ഈ മലകളൊക്കെ നീല കളറിൽ ഇങ്ങനെ നിൽക്കും. അത് കാണാൻ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണത്. ഇതൊരു ടൈഗർ ഡ്രോപ്പിംഗ് ആണെന്ന് പറഞ്ഞു. അത് കഴിച്ച മൃഗത്തിൻ്റെ തൊലിയും മുടിയും രോമമൊക്കെ ആയിട്ട് ഉള്ളതാണത്. വീണ്ടും കുറച്ചുകൂടെ നമ്മൾ ഇവിടുന്ന് ഏകദേശം 3-4 കിലോമീറ്റർ ഉണ്ട് എന്നത് പറഞ്ഞു. ദൂരെ നമുക്ക് ഡാം കാണാം. ചെറിയ വഴികളാണ്, കാട്ടുവഴികളാണുള്ളത്. അത് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് അതുവഴിയുള്ള നടത്തം. ചെറിയ സ്ട്രീം, അത് ബട്ടർഫ്ലൈ ആണത്, വലിയ ബട്ടർഫ്ലൈ. എനിക്കത് മിസ്സായി, ശരിക്കെടുക്കാൻ പറ്റില്ല. ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് അത് പോയി. ചെറിയ ചതുപ്പ് സ്ഥലങ്ങളുണ്ട്. വളരെ അഡ്വഞ്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് സൂക്ഷിച്ച് പോകണം അതുവഴി പോകാനായിട്ടുള്ള. ഇവിടെ മഴ വരുമ്പോൾ, മഴയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. മഴയില്ലാത്ത സമയത്ത് ഇവിടെ വരുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ നല്ല നല്ല ചെറിയ കാട്ടുവഴികളിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആണ്. വലിയ അഡ്വഞ്ചറസ് ഒന്നുമില്ല, നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇത്. ശ്രദ്ധിച്ച് നമ്മൾ പോകണം. ചെറിയ മുള്ളുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം. ഇപ്പോൾ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, മഴ വരുമ്പോൾ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടമാകും തോന്നുന്നു. അതെല്ലാം ഒഴുകിയ താഴത്തെ ഡാമിലേക്കാണ് പോകുന്നത് നമ്മൾ കാണുന്നത്.
ഇവിടുന്ന് 3 കിലോമീറ്ററാണ്, അവിടെ എഴുതിയിട്ടുണ്ട് 3 കിലോമീറ്ററാണ് ഇവിടുന്ന്. 3 കിലോമീറ്ററിൻ്റെ സ്റ്റോൺ കണ്ടു. അപ്പോൾ 3 അതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഗൈഡും പറഞ്ഞത് 3 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. ഇവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തു കുടിക്കാനായിട്ട്. യാത്ര പൊതുവെ നമുക്ക് നല്ലൊരു ഫീലാണ് തന്നിരിക്കുന്നത്. നല്ല ഫ്ലോറുകൾ, എന്തൊക്കെയോ പേരറിയാമത്തെ പൂക്കൾ, അതുപോലെ തന്നെ പല വൈൽഡ് ബ്രീഡായിട്ടുള്ള ചെടികളുടെ, നമ്മൾ അറിയാവുന്ന ചെടികളുടെ പൂക്കളുകൾ കാണാൻ പറ്റി. അതുകൊണ്ട് ഇത് ഡാലിയ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള അതിൻ്റെ വൈൽഡ് ടൈപ്പാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. ഇത് മുഗർദി ഹട്ടുള്ള ഫിഷിംഗ് ഹട്ടാണ്. ഇത് റിച്ചാർഡ്സ് റാറ്റ്ലൈഫ് എന്നുള്ള ഒരു ഫോറിനറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ പറയപ്പെടുന്നത്. ഇത് ബ്രിട്ടീഷ് ടൈമിലുള്ള കൊളോണിയൽ ടൈപ്പുള്ള ഒരു ബിൽഡിംഗ് ആണ്. ചുറ്റും ഷോള ഫോറസ്റ്റുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്. ഇലക്ട്രിസിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. അകത്ത് റിച്ചാർഡ്സിൻ്റെ ഒരു മെമ്മറി സ്റ്റോൺ ഉണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഇതാണത്, ആ മെമ്മറി സ്റ്റോണ്. ഇതൊരു കല്ലറയാണോ എന്ന് അറിയില്ല, എന്തായാലും അതൊരു മെമ്മറിയിലുള്ള ഒരു ഇത് നമുക്ക് ദൂരെ കാണാം. എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് like. Thank you.